പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ റമദാൻ 28-ആണ്. ഇന്നത്തെ നോമ്പ് തുറയോടെ കയറി വരുന്ന രാവ് 29-ാം രാവാണ്. ഒരുപാട് പേർക്ക് ഓരോ കൊല്ലത്തെയും ലൈലത്തുൽ ഖദർ നഷ്ടമാകാൻ കാരണം റമദാനിൻ്റെ 29-ാം രാവിൽ പലപ്പോഴും ലൈലത്തുൽ ഖദർ വരും. ഹദീസിലൊക്കെ കിതാബിലൊക്കെ കാണാം. അതുകൊണ്ട് നമുക്ക് മിസ്സാകാൻ പാടില്ല. ഇന്നത്തെ ദിവസം ലൈലത്തുൽ ഖദറിൻ്റെ അതേ ഒരു എഫക്റ്റിൽ നമ്മൾ എല്ലാ കർമ്മങ്ങളും മുടങ്ങാതെ നോക്കണം. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലിയത്തുള്ള 1000 ഹജ്ജിൻ്റെ കൂലി ഇന്ന് തരാൻ പോവുക. അതിനെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മാത്രമല്ല, പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ മൊമെൻറ്റിൽ റമദാന് സലാം പറഞ്ഞയക്കാമെന്ന് പറയും. റമദാനോട് സലാം പറയുക. ആ സലാം മഹാന്മാർ പറയുന്നുണ്ട്, ഒരു ശൈലി പറയുന്നുണ്ട്. ആ ശൈലിയിൽ റമദാനോട് സലാം പറഞ്ഞാൽ 2 ബെനിഫിറ്റ് കിട്ടും. ഒന്ന്, പരിശുദ്ധമായ റമദാൻ്റെ കബൂലിയത്ത, റമദാൻ സ്വീകരിക്കും നമ്മിൽ നിന്ന്. ഇത്ര സൗഭാഗ്യം നോക്കി. ഈ ഫിനിഷിംഗ് പോയിന്റ് ലാസ്റ്റ് മൊമെൻറ്റിൽ റമദാൻ കബൂലാക്കും, മൗഫറത്തും കിട്ടും, പാപം പുറത്തു വരും. സൗഭാഗ്യത്തിൻ്റെ പെരുമഴയാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ബറക്കത്തും ആഫിയത്തും പരിശുദ്ധമായ റമദാനിൻ്റെ കബൂലിയത്തും നമുക്കൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ എല്ലാവിധ ഖൈറും ബറക്കത്തും എന്താണോ ആ രാവിലെ അല്ലാഹു കൊടുക്കുന്നത് അത് മുഴുവൻ നമുക്ക്, പ്രത്യേകിച്ച് അൻവാർ എഫസിൻ്റെ കുടുംബം, നമ്മൾ ദുആ ചെയ്യാൻ പറയുന്ന കമൻറ്റിൽ, കൽബിൽ എല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അല്ലാഹു പ്രത്യേക ബറക്കത്ത് നൽകട്ടെ. നമ്മൾ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ റമദാൻ 28-ആണ്. അതായത് നാളത്തെ മഗ്രിബ് വാങ്കോടെ ഒരു പക്ഷേ കയറി വരുന്നത് പരിശുദ്ധമായ, നാളെ 29-ആണ്. അപ്പോൾ നാളത്തെ മഗ്രിബ് വാങ്കോടെ ഒരു പക്ഷേ കയറി വരുന്നത് പിറ കണ്ടാൽ ശവ്വാൽ 1, അതായത് ചെറിയ പെരുന്നാളിൻ്റെ രാവാകും. അപ്പോൾ ഈ റമദാനിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയാൽ നമുക്ക് വലിയ വമ്പൻ നഷ്ടം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്നത്. അതായത് ഇന്ന് നോമ്പ് 28, ഇന്നത്തെ മഗ്രിബ് വാങ്കോടെ കയറി വരുന്ന, നോമ്പ് തുറക്കലോടെ കയറി വരുന്നത് 29-ാം രാവാണ്. ലൈലത്തുൽ ഖദർ പ്രത്യേകിച്ച് നിങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാവാണ് 29-ാം രാവ്. പലപ്പോഴും 29-ാം രാവ് ഒരുപാട് പേർക്ക് നഷ്ടമാവും. കാരണം 27-ാം രാവിലുള്ള ആ ഒരു ഇബാദത്തും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റിവേഴ്സ് നിൽക്കുന്ന അവസ്ഥ, ഒന്ന് കർമ്മങ്ങളിൽ പുറകോട്ട് പോകുന്നൊരവസ്ഥ പലപ്പോഴും സംഭവിച്ചു പോകും. ആ ഒരു ദിവസം കൊണ്ട് 27-ാം രാവ് ആക്റ്റീവായിട്ട് നിൽക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ആവും. പലപ്പോഴും തറാവി നിസ്കാരത്തിന് പള്ളികളിൽ പോലും അംഗങ്ങൾ, സഫുകൾ കുറവായി കാണുന്നൊരു സമയമാണ്. എന്നാലോ മൂല്യമുള്ള സമയമാണ്. റമദാൻ്റെ ഫിനിഷിംഗ് പോയിന്റ് ഏറ്റവും ഇന്നമൽ ഉമൂറു ബിൽ ഖവാത്തിമീൻ അല്ലേ. അതായത് ഏതൊരു കാര്യത്തിൻ്റെയും റിസൾട്ട് വരുന്ന ലാസ്റ്റ് നോക്കി, ആനുവൽ എക്സാം നോക്കിയിട്ടാണ് അവിടെ റിസൾട്ട് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പിന്നോട്ട് മാറാൻ പാടില്ല, മുന്നിൽ തന്നെ നിൽക്കേണ്ട പ്രധാനപ്പെട്ട സമയമാണ്. അപ്പോൾ ഇന്ന് ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട രാവാണ്. ഇന്നോ പ്രവാസ ലോകത്ത് പലർക്കും പിറ കാണാൻ സാധ്യതയുള്ള രാവായിട്ട് വരുന്നുണ്ട്. അവർക്ക് കണ്ടാൽ അവർക്ക് പെരുന്നാളായിട്ട് ഇന്നത്തെ മഗ്രിബോടെ കയറി വരുന്ന സ്ഥലമുണ്ട്. നമുക്ക് നാളെ മഗ്രിബോടെയാണ് സാധ്യത വരുന്നത്. അപ്പോൾ ഏതായിരുന്നാലും പ്രധാനപ്പെട്ട ഒരു സമയമാണ്, സന്ദർഭമാണ്. പരിശുദ്ധ റമദാനിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ബക്കത്തി സമാവാത്തു വൽ അർളു വൽ മലായിക്കത്തു, അള്ളാഹുവിൻ്റെ ഈ ആകാശഭൂമികളൊക്കെ തന്നെ, അള്ളാഹുവിൻ്റെ മലക്കുകളൊക്കെ തന്നെ വല്ലാത്ത കരച്ചിൽ നടക്കുന്ന സന്ദർഭമാണ്. അവരൊക്കെ, ഈ പ്രപഞ്ചലോകം മുഴുവൻ കരയുക, മലക്കുകളൊക്കെ കരയുക. എന്താ, അവർക്ക് വല്ലതും നഷ്ടമാണോ? മലക്കുകളുടെ കയ്യിൽ നിന്ന് വല്ലതും നഷ്ടം മിസ്സായിപ്പോയോ? ഇല്ല. പിന്നെയോ എന്താ അവർ കരയാൻ കാരണം? അത് മുസീബത്തല്ലി ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അവിടുത്തെ ഉമ്മത്ത്, നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു മുസീബത്ത് ഓർത്താണ്. എന്താണ് ആ മുസീബത്ത്? എന്താ മുസീബത്ത്? ദഹാബു റമദാൻ, റമദാൻ പോവുക. റമദാൻ വിരുന്നുകാരൻ വന്നു. ആലോചിച്ച് നോക്കി, ഈ കഴിഞ്ഞ ദിവസം കൂടെ വന്നിട്ടേ ഉള്ളൂ, പെട്ടെന്ന് പോകുന്നൊരവസ്ഥ, ആരെയും കാത്തു നിൽക്കാതെ അല്ലേ. റമദാൻ എത്ര വേഗം വന്ന് എത്ര വേഗം പോകുന്നത്, വല്ലാത്ത വേദനയാണ്. മുഅ്മിനീങ്ങളെ കാണാൻ പറ്റും, ഒറ്റയ്ക്കിരുന്നിട്ട് പള്ളിയിലും വീട്ടിലൊക്കെ ഒറ്റയ്ക്കിരുന്നിട്ട് ഇങ്ങനെ വല്ലാതെ കരച്ചിൽ, റമദാൻ വിരുന്നുകാരൻ പോകുന്നതിൻ്റെ കരച്ചിൽ ഉണ്ടോ? അത് ഈമാനുള്ളവർക്കാണ്. ഒരാൾ റമദാനിൻ്റെ വിടചോദിക്കലിൻ്റെ അവസാനത്തെ മൂമെൻറ്റിൽ കരയുന്നുണ്ടെങ്കിൽ അയാളുടെ കൽബിൽ നിറഞ്ഞ ഈമാനുണ്ട്. റമദാൻ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രീ ആകാൻ എന്നാഗ്രഹിച്ച് ഇതൊന്ന് തീരാൻ മനസ്സിലിങ്ങനെ തോന്നുന്ന, തീർച്ചയായിട്ടും അത് വൻപാവിയുടെ മനസ്സാണെന്നാണ്, വലിയ കുറ്റം ചെയ്യുന്നവൻ്റെ മനസ്സാണ്. അപ്പോൾ റമദാൻ്റെ വിടപറച്ചിൽ സങ്കടം തോന്നുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാരണം ഇത് വലിയ മുസീബത്താണ്. ഇതുവരെ നോമ്പുകാരൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയാൽ ഇബാദത്തിൻ്റെ കൂലി,
നോമ്പുകാരൻ ശ്വാസം എടുക്കുന്നതിന്, ശ്വാസം വിടുന്നതിന് അതേ തസ്ബീഹിൻ്റെ കൂലി. ഇത്രയെന്ന് ആലോചിച്ച് നോക്കി. ഒരു സുന്നത്ത് ചെയ്താൽ ഫർള് ചെയ്ത കൂലി, ഒരു ഫർള് ചെയ്താൽ 770 ഫർളുകൾ ചെയ്ത കൂലി, എമ്പാടും കൂലിയാണ്. ദുആ ചെയ്താൽ മുസ്തജാബ്, എന്തും ചോദിക്കാം, അല്ലാഹു ഇജാബത്ത് നൽകും. വലിയ സൗഭാഗ്യത്തിൻ്റെ ഓഫറല്ലേ, ആ ഓഫർ തീർന്നു പോവാൻ. റമദാനിൻ്റെ അള്ളാഹിൻ്റെ വിരുന്നുകാരൻ വന്നിട്ട് സലാം പറഞ്ഞു പോകുന്നൊരവസ്ഥ, ആ ഒരവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും വേദനയാണ്. ഈ വേദനയോടെ റമദാനെ യാത്രയാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സലാം പറഞ്ഞ്, അതായത് എല്ലാ ബഹുമാനത്തോടെയും അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് വിരുന്നുകാരൻ തിരിച്ചു എന്നിട്ട് പറയേണ്ടത്, അള്ളാഹുവേ എനിക്ക് വേണ്ട റെസ്പെക്റ്റും എനിക്ക് വേണ്ട അതിഥി സൽക്കാരങ്ങളും എല്ലാം ചെയ്തു തന്നു, എന്നെ വല്ലാതെ മാനിച്ചു, സ്നേഹിച്ചു, ഞാൻ തിരിച്ചു പോരുമ്പോൾ അവർ വല്ലാത്ത കരച്ചിലിൽ നൊമ്പരത്തിലാണ്. ഈ ഒരു പറച്ചിൽ അവിടെ വേണ്ടത്. ഞാൻ വരുന്ന വേളയിൽ എനിക്ക് വല്ലാത്ത വെൽക്കം, സ്വാഗതമൊക്കെ ചെയ്തു, വല്ലാത്ത എന്നെ പരിഗണിച്ചു, എന്നെ വല്ലാത്ത സ്വീകരിച്ചു, സൽക്കരിച്ചു. പക്ഷേ ഞാൻ കുറച്ച് ദിവസം നിന്നപ്പോഴേക്ക് അവർക്ക് മടുപ്പായി, പിന്നെ അവർക്ക് ക്ഷീണമായി, പ്രയാസമായി, പിന്നെ ഞാൻ പോയാൽ മതി എന്നായി. സമയാകാതെ വരാൻ പറ്റൂലല്ലോ. അങ്ങനെ വന്നതാണ്. പ്രത്യേകിച്ച് ആർക്കും ഫീലിംഗ് ഒന്നുമില്ല. അങ്ങനെ നമ്മളെക്കുറിച്ച് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്കാണ് റമദാൻ വന്നത്. മനസ്സിൽ നിന്ന് അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ കരൾ പറിച്ചു കൊടുക്കുന്നത് പോലെ ഒരു നൊമ്പരം അത് വിശ്വാസിയുടെ മനസ്സിലുണ്ടാവും. ആ ഉണ്ടാകുന്നതോടൊപ്പം ഇന്നത്തെ മഗ്‌രിബോട് ഒരു പക്ഷേ പെരുന്നാളിലേക്ക് കയറുന്ന നാടുകളുണ്ട്, നാളെ നമുക്കൊരു പക്ഷേ പെരുന്നാളിലേക്ക് കയറും. അപ്പോൾ ഏകദേശം ഒരു ലാസ്റ്റ് മൊമെൻ്റാണ് റമദാനിൻ്റെ. ഇന്നും നാളേക്കായിട്ട് പരിശുദ്ധ റമദാന് സലാം പറഞ്ഞ് യാത്രയാക്കുന്നൊരവസ്ഥ ഉലമ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒറ്റയ്ക്കൊരു ഖാലിയായി ഫി മൗദിഇൻ ഖാലി, ഒറ്റയ്ക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്നിട്ട് ഒരു വിശ്വാസിനി പരിശുദ്ധ റമദാനോട് സലാം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കൂലിയാണ് കൊടുക്കുക, 2 ബെനിഫിറ്റാണ് കിട്ടുന്നത്, 2 പ്രതിഫലം കിട്ടും റമദാന് സലാം പറഞ്ഞ് യാത്രയാക്കിയാൽ. എങ്ങനെ സലാം പറയേണ്ടത്? നമ്മൾ ആ ഭാഗത്തേക്ക് വരാൻ പോവാണ്. 2 ഗുണങ്ങളാണ് കിട്ടാൻ പോകുക സലാം പറഞ്ഞാൽ. ഒന്ന് മൗഫിറത്ത്, പാപമോചനം കിട്ടും, അത്ര സ്വീകാര്യമാണ്. പിന്നെയോ പരിശുദ്ധ റമദാൻ്റെ ഖബൂലിയത്ത്, നമ്മുടെ പാപങ്ങൾ പൊറുക്കും. റമദാൻ നമുക്ക് അനുകൂലമായി ലാഭമായിട്ടും. അപ്പോൾ റമദാൻ ആർക്കാണ് ഇക്കൊല്ലത്തെ ലാഭമായി കിട്ടിയത്, ആർക്കാണ് ഇക്കൊല്ലത്തെ റമദാൻ കിട്ടിയത് എന്നതിൻ്റെ അടയാളം എന്താണെന്നറിയോ? വേദനയോടെ വിഷമിച്ചിട്ട് റമദാനെ സലാം പറഞ്ഞ് യാത്രയാക്കുക. അങ്ങനെ യാത്രയാക്കിയവർക്ക് റമദാൻ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ യാത്രയാക്കിയവർക്ക് മൗഫിറത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാപമോചനവും റമദാൻ്റെ ഖബൂലിയത്തും കിട്ടുന്നവർ സലാം പറഞ്ഞ് യാത്രയാക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ പ്രത്യേകിച്ച് കേരളക്കാർക്ക് നാളെ സലാം പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അപ്പോൾ റമദാൻ എങ്ങനെ സലാം പറയാൻ പറ്റും നമുക്കൊന്ന് നോക്കാം. ഇപ്രകാരമാണ് റമദാനെ സലാം പറഞ്ഞ് നമ്മൾ യാത്രയാക്കേണ്ടത്. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ മഗ്ഫിറതി വർ-റിളവാൻ, അസ്സലാമു അലൈക യാ ശഹ്റത് തൗബതി വൻ-നദം, അസ്സലാമു അലൈക യാ ശഹ്റത് തറാവീഹ്, അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. അല്ലയോ ശഹ്റ റമളാനേ, ഞാൻ ഇതാ പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ സലാം നിങ്ങൾക്കുണ്ടാകട്ടെ, നിങ്ങളോട് സലാം പറയാൻ. അസ്സലാമു അലൈക യാ ശഹ്റൽ മഗ്ഫിറതി വർ-റിളവാൻ, അല്ലാഹുവിൻ്റെ റിളവാൻ, അല്ലാഹുവിൻ്റെ പൊരുത്തം, അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ മാസമേ അസ്സലാം. അസ്സലാമു അലൈക യാ ശഹ്റത് തൗബതി വൻ-നദം, എമ്പാടും തൗബകൾ, പശ്ചാത്താപങ്ങൾ നടക്കുന്ന വേദനകൾ, പാപങ്ങളോർത്ത് കരച്ചിൽ വരുന്ന വേദനകൾ വരുന്ന മാസമേ നിനക്ക് സലാം. അസ്സലാമു അലൈക യാ ശഹ്റത് തറാവീഹ്, അസ്സലാമു അലൈക യാ ശഹ്റത് തറാവീഹ്. തറാവീഹ് എന്ന് പറയുന്ന മനോഹരമായ പുണ്യകർമ്മം നിലനിൽക്കുന്ന ഉണ്ടായിരുന്ന മാസമേ അസ്സലാം. ഇങ്ങനെ പരിശുദ്ധ റമദാന് സലാം പറഞ്ഞ് യാത്രയാക്കുന്ന ഒരു വേദനിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏതൊരാളാണെങ്കിലും അല്ലാഹു മഗ്ഫിറത്തും റമദാനിൻ്റെ ഖബൂലിയത്തും കൊടുക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഫിനിഷിംഗ് പോയിന്റ് കൃത്യമാക്കിയവരാരാ, വിജയിച്ചവരാരാ? ഇവരാണ്. ഈ ഒരു അവസ്ഥാവിശേഷം നമ്മൾ പരിഗണിക്കണം. അതോടൊപ്പം അല്ലാഹുവേ, ഈ പരിശുദ്ധ റമദാൻ ഞങ്ങളുടെ ആയുസ്സിൻ്റെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ,
ഈ തറാവീഹും ഈ നോമ്പുറക്കലും ഞങ്ങളുടെ അവസാനത്തെ ആയുസിൻ്റെ നോമ്പുറക്കലാക്കല്ലേ, തറാവീഹാക്കല്ലേ റബ്ബേ, ഒരുപാട് റമദാൻ ഞങ്ങൾക്ക് നീ നൽകണേ അല്ല എന്ന് വേദനിച്ചുകൊണ്ട് പറയാൻ പറ്റണം, വേദനിച്ചുകൊണ്ട് പറയാൻ പറ്റണം. അൽഹംദുലില്ലാ, അള്ളാഹു കൃത്യമായി റമദാൻ എല്ലാ ബർക്കത്തും കിട്ടുന്നവരിൽ നമ്മെല്ലാം അള്ളാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകമായി നമ്മൾ ചൊല്ലേണ്ട ദുആ നമുക്കൊന്ന് പരിചയപ്പെടാം. അത് ഈ ദുആയാണ്. اللهم عسني فيه بالرحمة وارزقني فيه التوفيق والعصمة وطهر قلبي من غيابات الدهمة يا رحيما لعباده المؤمنين. അല്ലാഹുവേ, ഈ സുദിനത്തിൽ നിന്റെ റഹ്മത്തും തൗഫീഖും പാപങ്ങളിൽ നിന്നുള്ള മുക്തിയും എനിക്ക് നീ വിധിച്ചു തരണം. നിന്റെ ഖളായിൽ, നിന്റെ തീരുമാനത്തിൽ അങ്ങനെ വേണം. നിന്റെ പാപം പൊറുക്കണം, എനിക്ക് തൗഫീഖ് വേണം, നിന്റെ റഹ്മത്ത് ഇതൊക്കെ എനിക്ക് വിധിച്ചു തരണം. ഇരുട്ടിൻ്റെ അഗാധയിൽ നിന്ന് നീ എൻ്റെ മനസ്സിനെ മോചിപ്പിക്കണം. ഇരുട്ടിൻ്റെ ആ വലിയ ഗർത്തത്തിൽ എൻ്റെ മനസ്സ് കിടക്കാൻ പാടില്ല, അതിൽ നിന്ന് മോചനം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഈ ദുആയാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഇന്ന് മനസ്സ് വച്ചാൽ നമുക്ക് തറാവീഹ് നിസ്കരിക്കുന്നതിന് തടസ്സമുണ്ടോ? തടസ്സമില്ല. ഇന്നത്തെ തറാവീഹ് മുടങ്ങരുത്. ഒരു പക്ഷേ ഇപ്പോൾ കേരളക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, ഇന്നത്തെ തറാവീഹ് നിസ്കാരം ഒരു പക്ഷേ നമ്മുടെ ഇക്കൊല്ലത്തെ റമദാൻ്റെ അവസാനത്തെ തറാവീഹ് ആകാം. കാരണം നാളെ മഗ്‌രിബോടെ പിറ കണ്ടാൽ പിന്നെ തറാവീഹില്ല. ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഇന്ന് ലാസ്റ്റ് ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല മനസ്സിൻ്റെ റാഹത്തോടെ, നല്ല എഫക്റ്റോടുകൂടെ തന്നെ, വേദനയോടുകൂടെ ഇന്നത്തെ തറാവീഹ് നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കണം. ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കുന്നവരുടെ കൂലി കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അഅ്താഹുല്ലാഹു സവാബ അൽഫി ഹജ്ജത്തിൻ മഖ്ബൂല. അതായത് 1000 കബൂലായ ഹജ്ജിൻ്റെ, ചുമ്മാ ഹജ്ജിൻ്റെ കൂലിയല്ല, അള്ളാഹു സ്വീകരിച്ച 1000 ഹജ്ജിൻ്റെ കൂലി, 1000 ഹാജിയാകും, ഹജ്ജുമ്മയാകും ഇന്നത്തെ പരിശുദ്ധമായ തറാവീഹ് നിസ്കരിച്ചാൽ. എത്ര സൗഭാഗ്യമാണ്! ആ കൂലി ഇന്ന് നമുക്ക് വാങ്ങാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.